ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ്. ഇതിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ നല്ല പുളിയുള്ള 2-3 എടുത്തിട്ടുണ്ട്. കുത്തി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ ഉപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മാങ്ങാച്ചാറാണ്. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തിക്കഴിയുമ്പോൾ മാങ്ങയിൽ നിന്നും കുറേശ്ശെ വെള്ളം വന്നു തുടങ്ങും. ഇത് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വയ്ക്കുക. ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കാവുന്നൊരു അച്ചാറാണ്. അതിലേക്ക് ആവശ്യാനുസരണം മുളക് പൊടി ഇടുക. ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയല്ല എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മുളക് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. മാങ്ങയായിട്ട് യോജിപ്പിച്ചെടുക്കുക. മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മുളക് പൊടി എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഒരു ഏകദേശം 1-1.5 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. സ്പൂണിലായിട്ടല്ല ചേർത്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് പൊടിയായിട്ട് ചേർക്കുക ചെയ്തേക്കുന്നത്. കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാങ്ങയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം അച്ചാറിന് ലൂസായിട്ടുള്ള ചാറ് പോലെ വേണോ അത്രയും വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 100 ml ഗ്ലാസ്സിൽ പകുതി, ഏകദേശം ഒരു 30 മുതൽ 50 ml വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഈ ചാറൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി ആവശ്യാനുസരണം നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓൾറെഡി നമ്മൾ പുളിയുള്ള മാങ്ങ എടുത്തതുകൊണ്ട് എക്സ്ട്രാ വിനീഗറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ബാച്ചായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൂസായി തോന്നുകയാണെങ്കിൽ ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്തിട്ട് ആ ചാറ്, മാങ്ങാച്ചാറിൻ്റെ ചാറ് കുറുക്കിയെടുക്കാവുന്നതാണ്. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിനാവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. പെട്ടെന്ന് തന്നെ ആവും. മാക്സിമം ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു മാങ്ങാച്ചാറാണിത്. സദ്യയിലൊക്കെ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഒരുപാട് കറികൾ ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു അച്ചാറാണ്. ഇതിൽ കടുക് വറുത്തിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല രുചിയാണ് അതിന്. അപ്പോൾ ഇതിൽ ഉപ്പും എരിവും മുളകും മാങ്ങാച്ചാറിനുള്ള ചാറും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എല്ലാം ചാറൊക്കെ കുറുകി കറക്റ്റ് സദ്യയ്ക്ക് പാകമായിട്ടുള്ള ഒരു മാങ്ങാച്ചാറായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യത്തെ ഐറ്റമാണ് മാങ്ങാച്ചാറിട്ട്. ഇത് റെഗുലറായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാം, സദ്യയ്ക്കും യൂസ് ചെയ്യാം. കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ അച്ചാറിന്. ഒരുപാട് നാൾ പുറത്തൊന്നും നിൽക്കില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. കാരണം വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പുളിയുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.